എന്തായാലും പുതിയ ഇയറൊക്കെ തുടങ്ങാനായി. നമ്മളും ആ പുതിയ ഇയർ തുടങ്ങുന്നതിനനുസരിച്ച് ഒന്ന് റീസ്റ്റാർട്ട് ആവേണ്ട ആവശ്യമില്ലേ? അപ്പോൾ എന്തായാലും കുറേ ചേഞ്ചസ് വരുത്തേണ്ടതുണ്ട്. സാധാരണ ഈ ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ എടുക്കുമ്പോൾ നമ്മൾ വെറും മനസ്സിൽ മാത്രമേ വിചാരിക്കുള്ളൂ, അല്ലാണ്ട് നമ്മൾ അധികമൊന്നും പ്രവൃത്തിയിലൊന്നും ചെയ്യലില്ല. പക്ഷെ അങ്ങനെ ആയാൽ റെഡി ആവില്ലല്ലോ. അങ്ങനെ ഞാൻ ഫസ്റ്റ് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്ത്. എൻ്റെ ബുക്ക് ഷെൽഫ് ആകെ മൊത്തം അലങ്കോലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബുക്ക് ഷെൽഫ് ക്ലീൻ ചെയ്ത്. എൻ്റെ ബുക്സ് ഓൾറെഡി പകുതി കുഴപ്പമുണ്ടായിരുന്നില്ല, കാരണം ഞാൻ അധികം എടുക്കാത്ത ബുക്സാണ്. ബാക്കി പകുതി മൊത്തം അലങ്കോലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണമായിരുന്നു. സോ ഞാൻ അതൊക്കെ മാറ്റി. ബുക്ക് ഷെൽഫിൻ്റെ അവിടെ ആകെ ഡസ്റ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ ബുക്ക് നല്ലപോലെ എടുത്തു വെച്ച്. ഈ ചില ബുക്സൊന്നും ഞാൻ യൂസ് ചെയ്യണില്ല എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്, ഞാൻ കുറച്ച് ടെക്സ്റ്റ് ബുക്ക് മാത്രമേ യൂസ് ചെയ്യലുള്ളൂ. അതായത് ബയോളജി യൂസ് ചെയ്യും, കെമിസ്ട്രി യൂസ് ചെയ്യും. പിന്നെ ഫിസിക്സ് ഞാൻ വായിക്കാനൊന്നും യൂസ് ചെയ്യില്ല, പക്ഷേ അതിലത്തെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, അത് മാത്രം ഒന്ന് ചിലപ്പോൾ ഒന്ന് ചെയ്ത് നോക്കും. പൊതുവേ ഞാൻ ചെയ്യൽ കുറവാണ്. ബുക്ക് ഷെൽഫിൽ എനിക്ക് ഞാൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടിയ മെറ്റീരിയൽസും പിന്നെ +1 +2 NCERTയും പിന്നെ ഞാൻ +1ലും +2ലും എഴുതി ഉണ്ടാക്കിയ കുറേ നോട്ട്സും പിന്നെ എൻ്റെ വേറെ കുറച്ച് ബുക്സാണ് ഞാൻ എൻ്റെ ഈ ഒരു ബുക്ക് ഷെൽഫിൻ്റെ റൂളിൽ വയ്ക്കുക. കുറേ ബുക്സ് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു സന്തോഷം, കുറേ ബുക്സ് ഉണ്ടല്ലോ എന്ന്. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ തുറന്നാലാവും ഭയങ്കര വിഷമവും, കാരണം ഒരു തേങ്ങ അറിയില്ലല്ലോ എന്നുള്ള ഫീലിംഗ് ആവും. ഒന്നും അറിയില്ല എന്നല്ല, പക്ഷെ എന്നാലും നമ്മൾ ഒരു 1 മന്ത് മുന്നേ പഠിച്ച സാധനം ഇന്ന് എടുത്ത് നോക്കുമ്പോൾ എനിക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും പറയുന്നത്. പക്ഷേ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്യാനുള്ള ആ ഒരു മടി നല്ലതുണ്ട്. പക്ഷെ എന്തായാലും മാറ്റണം. ഈ ബുക്കൊക്കെ ഇങ്ങനെ അടക്കി ഒതുക്കി ഒരു സ്ഥലത്തിരിക്കണം കാണാൻ ഭയങ്കര രസമല്ലേ. പക്ഷെ അവിടെ നിന്ന് എടുക്കുമ്പോഴാവും ഇടങ്ങർ, കാരണം വീണ്ടും കൊള്ളാവും, എന്നിട്ട് വീണ്ടും വൃത്തിയാക്കണം. അപ്പം ഞാനിത് വെക്കണതിനിടയിൽ ഒരു ബുക്ക് താഴെ വീണ് അത് ഞാൻ അപ്പം തന്നെ എടുത്ത് വെച്ച്. അങ്ങനെ ഞാനിപ്പോൾ കറൻ്റ്ലി പഠിക്കണ ബുക്സ് ഒരു സൈഡിലും കുറച്ച് കഴിഞ്ഞ് പഠിക്കണ ബുക്സ് മറ്റേ സൈഡിലും വെച്ചിട്ട് അങ്ങനെ ബുക്ക് ഷെൽഫ് ഫുള്ള് സെറ്റാക്കി. ഇനി അടുത്ത ടാസ്ക്കാണ് ഞാനിരുന്ന് പഠിക്കുന്നതും ഫുഡ് കഴിക്കുന്നതും വല്ലപ്പോഴും വല്ല മൂവീസൊക്കെ ഇരുന്ന് കാണുന്നതും ഇടയ്ക്ക് വല്ല വർക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുന്നതുമായിട്ടുള്ള എൻ്റെ ഈ ഡെസ്ക് ക്ലീൻ ചെയ്യാം. എൻ്റെ ഡെസ്കുമാണെങ്കിൽ ആകെ പേപ്പർ കട്ടിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചപ്പും ചവറൊക്കെ മാറ്റി പിന്നെ ഇതാ എപ്പോഴത്തെയും പോലെ ഈ മേക്കപ്പ് ബാസ്ക്കറ്റും കൂടി ക്ലീൻ ചെയ്തതിന് ശേഷം ടേബിളിൽ നിന്ന് എല്ലാ സാധനങ്ങളും തട്ടി പുതിയതായിട്ട് ഷീറ്റൊക്കെ വിരിച്ചിട്ട് ഒന്നുകൂടി സെറ്റാക്കി. ഈ വിഷൻ ബോർഡ്, ജേർണല് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും പണിയുള്ള ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടിങ് ആണ്. എനിക്ക് ഫസ്റ്റ് കട്ട് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ വീണ്ടും വീണ്ടും ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൈ നന്നായി വേദനിക്കും. പ്രത്യേകിച്ച് ഈ ചെറിയ സിസറൊക്കെയാണ് യൂസ് ചെയ്യണതെന്നുണ്ടെങ്കിൽ എന്തായാലും എനിക്കും. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നതെല്ലാം എൻ്റെ 2025 ഭാഗമായിട്ട് ഞാൻ എടുത്ത പ്രിൻ്റ് ഔട്ടാണ്. വിഷൻ ബോർഡിനും ജേർണലിങ്ങിനും വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിൻ്റ് ഔട്ട്സാണ്. എൻ്റെ കയ്യിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ജേർണൽ തീമിനുള്ള സ്റ്റിക്കേഴ്സ് എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാനെന്ത് വിചാരിച്ചു, കുറച്ച് സ്റ്റിക്കേഴ്സ് പ്രിൻ്റ് എടുക്കാൻ വിചാരിച്ചു. സ്റ്റിക്കറായിട്ട് പ്രിൻ്റ് എടുക്കാൻ കിട്ടുമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല ആ കടയിൽ. എന്തായാലും നമ്മളെ കയ്യിൽ ഈ പശൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ എന്തായാലും A4 ഷീറ്റിൽ പ്രിൻ്റ് എടുക്കുക. സ്റ്റിക്കർ നമ്മൾ സ്റ്റിക്കറിൻ്റെ ഇതിൽ കട്ട് ചെയ്തിട്ട് ഇത് വെച്ചിട്ട് ഒട്ടിക്കാമെന്നൊക്കെയായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ അവിടെ എത്തിയപ്പോൾ അയാൾ പറഞ്ഞു, ഇതെന്തിനാ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് വെട്ടിണ്ടാക്കണത്, ഞൊട്ടിക്കുകയും വേണ്ടേ, ഇവിടെ സ്റ്റിക്കർ ഷീറ്റ് ഉണ്ട് പറഞ്ഞു. അത് അയാൾ എപ്പോഴാണെന്നറിയ പറഞ്ഞു, അവസാനത്തെ ഒരു പ്രിൻറ്റും കൂടി ബാക്കിയുള്ള. അപ്പോൾ ഞാൻ ആ അവസാനത്തെ ഷീറ്റ് സ്റ്റിക്കർ ഷീറ്റിലാണ് പ്രിൻ്റ് എടുത്തത്. സംഭവം വലിയതൊന്നുമില്ല, ജസ്റ്റ് പശ ഉണ്ട് തന്നെ ഉള്ളൂ. ഞാൻ വേറെ എന്തൊക്കെയോ വിചാരിച്ച് ഭയങ്കര ക്വാളിറ്റിയുള്ള സാധനം ഇരിക്കും എന്നൊക്കെ വിചാരിച്ച്. സാധാ A4 ഷീറ്റിൻ്റെ ബാക്കിൽ പശ ഒട്ടിച്ച മാതിരി തന്നെയായിരുന്നു. പിന്നെ ഞാൻ കലണ്ടർ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു 2025 വേണ്ടിയിട്ട്. ഒന്ന് ഞാൻ വാളിൽ ഒട്ടിക്കാനും ഒന്ന് ഞാൻ എൻ്റെ ജേർണലിൽ പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കലണ്ടർ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ പോസ്റ്റ് കാർഡ്സ് വാളിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു വാൾ ഡെക്കോറൊക്കെ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ശരിക്കും പിൻട്രസ്റ്റിൽ നിന്ന് സേവ് ചെയ്തിട്ട് ഇൻഷോട്ടിൽ പോയിട്ട് എഡിറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ വക എല്ലാം ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. ഇതൊന്നും ഒരു ഇതിലായിട്ട് പിൻട്രസ്റ്റിൽ കിട്ടില്ല, ഞാനെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് മിക്കതും എഡിറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ വിഷൻ ബോർഡിൻ്റെ പ്രിൻ്റ് ആയിരുന്നു, അതെല്ലാം കൂടി കട്ട് ചെയ്ത് അതിന് ശേഷം ഞാൻ എൻ്റെ നീറ്റിൻ്റെ സിലബസ്
ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് അനുസരിച്ചിട്ട് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് ആവശ്യമുള്ള സാധനമായിരുന്നു. കട്ടിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ജേണൽ ഉണ്ടാക്കാൻ പോയി. ഈ ജേണൽ ഉണ്ടാക്കുന്നത് എന്നതിനെ കുറിച്ച് ഞാൻ ശരിക്കും ഉദ്ദേശിച്ചത് ഈ ഡയറി കാണുമ്പോൾ അല്ല, ഈ ജേണൽ കാണുമ്പോൾ സാധാ ഒരു ഡയറി ആയിട്ട് തോന്നുന്നില്ലേ. സോ അതിൻ്റെ ഓവറോൾ ആ ഒരു ഡയറി ലുക്ക് മാറ്റിയിട്ട് ഒരു ജേണൽ ലുക്കിലേക്ക് മാറ്റാം എന്നൊരു മോഹം എന്തല്ലേ. അങ്ങനെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെ ഞാനൊരു കുഞ്ഞ ബൗളിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ പിന്നെ നമുക്ക് എളുപ്പമാണല്ലോ സ്റ്റിക്കേഴ്സ് ആവശ്യമുള്ള നേരത്തെ എടുക്കാൻ. പിന്നെ ഈ ജേർണലിങ്ങിൻ്റെ പേർപ്പസിന് വേണ്ടി തന്നെ ഞാൻ കുറച്ച്, അതായത് ഒരു 2-3 ഷീറ്റൊക്കെ ഫോണ്ട് ഉണ്ടാവില്ലേ, പലതരം സ്റ്റൈലിലുള്ള ഫോൺസൊക്കെ ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കോമൺ ആയിട്ടുള്ള ഫോണ്ട് തന്നെ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നൊക്കെ തോന്നിയ ഫോണ്ട് ഞാൻ 2 ഷീറ്റ് പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 3 ഷീറ്റ്. എൻ്റെ കയ്യിൽ ഓൾറെഡി പലതരം വിൻറ്റേജ് തീമിലുള്ള പേപ്പർ കട്ടിങ്സ് മുന്നേ തന്നെ ഉണ്ട്. കാരണം ഞാൻ ഈ ക്രാഫ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞു സ്മോൾ ബിസിനസ് ചെയ്തിരുന്നു. ഇപ്പോഴും ചെയ്യും. പിന്നെ ഞാൻ നീറ്റ് ആയതുകൊണ്ട് കുറച്ച് ബ്രേക്ക് എടുത്തേക്കാന്നുള്ളൂ. പക്ഷേ ഇടയ്ക്ക് വർക്ക് വന്നാൽ ഞാൻ ചെയ്യലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സേവ് ചെയ്തിട്ടുള്ള കുറച്ച് വിൻറ്റേജ് തീമായിട്ടുള്ള കുറച്ച് പേപ്പർ കട്ടിങ്സിൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് എനിക്ക് പിന്നെ അത് എക്സ്ട്രാ പ്രിൻ്റ് എടുക്കേണ്ട ആവശ്യം വന്നില്ല. ഈ കട്ടിങ്ങിനെക്കാട്ടും ശരിക്കും ഇടങ്ങാറുള്ള പണി എവിടെ വെക്കും എന്നുള്ളത് ആലോചിച്ചിട്ട്. കാരണം എൻ്റെ സ്പെല്ലിങ്ങൊക്കെ ഞാൻ എങ്ങനെ വെക്കണം, സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണോ അതോ തല തിരിഞ്ഞ് വെക്കണോ, മേലെയും താഴെ അങ്ങനെ ആക്കി വെക്കണോ, അങ്ങനെ കുറച്ചധികം കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഞാനൊരു കുഞ്ഞ് റെയിൻബോ ഇങ്ങനെ എൻ്റെ ടേബിളിൻ്റെ അവിടെ നോട്ടീസ് ചെയ്ത് ഞാൻ കുറച്ചിങ്ങനെ കുറേ നേരം നോക്കിയിരുന്നു. എൻ്റെ ശേഷം പിന്നെ വീണ്ടും വർക്ക് സ്റ്റാർട്ട് ചെയ്തു ജേർണലിങ്ങിൽ. അങ്ങനെ എൻ്റെ ഈ ആൽഫബറ്റ്സൊക്കെ എവിടെ പേസ്റ്റ് ചെയ്യും, എങ്ങനെ പേസ്റ്റ് ചെയ്യും എന്നുള്ള കൺഫ്യൂഷനൊക്കെ മാറി ഒരു സ്ഥലം കൺഫേം ചെയ്തതിന് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം അടുത്ത ക്വസ്റ്റ്യൻ മാർക്ക്. ഇത്ര മതിയോ? കുറച്ചും കൂടെ ഒക്കെ കലാപരിപാടികൾ ചെയ്താലല്ലേ രസം ഉണ്ടാവുള്ളൂ. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആ വൈറ്റ് ഷീറ്റിൻ്റെ പേര് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടം. ഇത് ഭയങ്കര ഒരു വിൻറ്റേജ് ഇഫക്റ്റ് തരുന്ന ഒരു സാധനമാണ്. അതൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ടോപ്പിൽ എന്തോ ഒട്ടിക്കുന്നത് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. കുറേ പേപ്പേഴ്സൊക്കെ വെച്ച് നോക്കി, പക്ഷേ എനിക്കെന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നില്ല. അങ്ങനെ അവസാനം ആ സെയിം സാധനം ഒരു പകുതി എന്നൊന്നും പറയാൻ പറ്റില്ല, ആ ഒരു ഡിസൈൻ വരുന്ന ഭാഗം മാത്രം ഞാൻ അവിടെ ഒട്ടിച്ച്. അപ്പം ഞാൻ കുഴപ്പമില്ല, ഇത് രസമുണ്ട് എന്നുള്ളൊരു രീതിക്കായി. പിന്നെ ഞാൻ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് മുത്തുകൾ ഉണ്ടാവില്ലേ, അത് സ്റ്റിക്കറായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ജേർണലിൻ്റെ ഒരു മേക്ക് ഓവർ പരിപാടി കഴിഞ്ഞു. അടുത്ത എൻ്റെ 2025 മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു എൻ്റെ പോർഷൻസ് ഞാൻ ഏതുവരെ പഠിച്ചെത്തി, ഏതൊക്കെ പഠിച്ചു, ഏതൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു ബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്ത്, എനിക്ക് അറിയുന്ന ചാപ്റ്റേഴ്സും എനിക്കറിയാത്ത ചാപ്റ്റേഴ്സും തമ്മിൽ വേർതിരിച്ച് എഴുതി. ഇതിൽ ഞാൻ നോയിങ് ചാപ്റ്റേഴ്സിൻ്റെ കോളത്തിൽ എനിക്ക് അറിയാം, എന്തെങ്കിലുമൊക്കെ അറിയാം എന്നുള്ളത് മാത്രമാണ് അതിലെഴുതിയത്. എനിക്ക് ഒരു തേങ്ങ അറിയില്ലെങ്കിൽ അത് ഞാൻ അൺനോയിങ്ങിൻ്റെ കോളത്തിലെഴുതി. അതാകുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ, ഇത് പഠിക്കണം നെക്സ്റ്റ്. പിന്നെ ഞാൻ മറ്റേ വെയിറ്റേജിൻ്റെ ഇത് നോക്കിയുള്ളതുകൊണ്ട് ഞാൻ വെയിറ്റേജ് അനുസരിച്ചിട്ടാണ് മെയിനായിട്ട് പഠിക്കുക. പിന്നെ ഇത് നോക്കണമല്ലോ. അപ്പോൾ ഞാൻ ശരിക്കും ഇത് 3ാമത്തെ തവണ ഞാൻ മൈൻഡ് മാപ്പ് തുറക്കണം തന്നെ. കാരണം
ഞാൻ മൈൻഡ് മാപ്പ് തുടക്കാനുള്ള ഒരു അറിവിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടെന്നൊക്കെ തോന്നുന്നില്ല. എനിക്ക് അത്രയും ചാപ്റ്റേഴ്സൊക്കെ പച്ച വെള്ളമായാലാണ് എനിക്ക് മൈൻഡ് മാപ്പ് നോക്കിയിട്ട് ഒന്ന് റിവിഷൻ ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടാവുള്ളൂ. സോ എനിക്ക് എന്നാണ് അവിടെ എത്താൻ പറ്റുമെന്ന് അറിയില്ല, ബട്ട് എന്തായാലും എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. അങ്ങനെ എല്ലാം എഴുതി കഴിഞ്ഞപ്പോൾ ആ ബയോളജി കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് സമാധാനമായത്. കെമിസ്ട്രി പിന്നെയും കുഴപ്പമില്ല, ഫിസിക്സ് പിന്നെ നോക്കിയേ വേണ്ട. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വിഷൻ ബോർഡ് ഉണ്ടാക്കുക. ഈ വിഷൻ ബോർഡ് ശരിക്കും പ്രിൻ്റ് എടുത്തിട്ട് നമ്മളെ ഡെസ്കിൽ വെക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസ്, അതായത് നമ്മളെ ഗോൾസൊക്കെ പിൻട്രസ്റ്റിൽ സെർച്ച് ചെയ്തിട്ട് ഫോട്ടോസ് സേവ് ചെയ്തതിന് ശേഷം നമ്മൾ ക്യാൻവ, പിക്സാർട്ട് പോലുള്ള ആപ്സിൽ പോയിട്ട് നമ്മൾ ഓൾറെഡി പിൻട്രസ്റ്റിൽ നിന്ന് സേവ് ചെയ്തിട്ടുള്ള നമ്മളെ ഗോൾസിൻ്റെ ഇമേജസൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടിയിട്ട് ഒരു ലേഔട്ട് ആക്കിയിട്ട് സേവ് ചെയ്യുക. അതൊന്നെങ്കിൽ നമുക്ക് ടാബിലോ ലാപ്ടോപ്പിലോ സേവ് ചെയ്ത് വെക്കാം വാൾപേപ്പറായിട്ട്. അതല്ലെങ്കിൽ ഇതുപോലെ ഒരു ബോർഡ് എടുത്തിട്ട് നമുക്ക് പ്രിൻ്റ് എടുത്തതിന് ശേഷം ഇതൊക്കെ ഒട്ടിക്കാം. ഒട്ടിക്കണതാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ന്യൂ ഇയർ ആയതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാനിട്ടിട്ടുള്ള എൻ്റെ പുറത്ത് പോകുമ്പോഴുള്ള ക്ലോത്ത്സില്ലേ, അതെല്ലാം ഞാൻ ഒറ്റയടിക്ക് വാഷ് ചെയ്തു. അതൊക്കെ മടക്കി വയ്ക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കബോർഡിൽ അലങ്കോലമായിരിക്കുന്നതും ഉപയോഗിക്കാത്തതും പഴയതായതുമായിട്ടുള്ള എല്ലാ ഡ്രസ്സും ഞാൻ കളഞ്ഞ് അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് മാത്രം ഞാൻ കബോർഡിൽ കൊണ്ടുവച്ച്. എന്തായാലും ന്യൂ ഇയർ ഒക്കെ അല്ലേ, സോ എന്തായാലും നമ്മളുടെ ആ ഒരു സറൗണ്ടിങ്സൊക്കെ ക്ലീൻ ചെയ്യേണ്ടത് നല്ലതല്ലേ. ഇത് എത്ര കാലം പോകുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മൾ ആ തുടക്കം നല്ല സ്റ്റാർട്ടായിരിക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ക്ലീനിങ്ങിലും ഫോക്കസ് ചെയ്യണത്. അതും അത്യാവശ്യം ഒരു ഘടകമല്ലേ. അങ്ങനെ അവസാനത്തെ ടാസ്ക് ആയിരുന്നു വോൾ ഡെക്കോർ. അതായത് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പോസ്റ്റ് കാർഡ്സൊക്കെ ചുമരും ഒട്ടിക്കൽ. ശരിക്കും എൻ്റെ ടേബിളിൽ ഈ ചുമരിൻ്റെ അടുത്ത് അടുപ്പിച്ചിട്ടാണ് ഇടൽ, ലെഫ്റ്റ് സൈഡിൽ. പക്ഷെ ഞാൻ ഈ സൺലൈറ്റൊക്കെ വരുന്നത് കൊണ്ടാണ് ഞാൻ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയി ഇടൽ. ഞാൻ പിങ്ക് ഒട്ടിക്കണോ അതോ വിൻറ്റേജ് തീം തന്നെ ഫോക്കസ് ചെയ്ത് പോകണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവസാനം വിൻറ്റേജ് തന്നെ ഫോക്കസ് ചെയ്ത്. ബിക്കോസ് പിങ്ക് ഞാൻ ആകെ 3 പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അപ്പോഴേ എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഞാൻ പിങ്ക് ഒട്ടിക്കുമോ എന്നുള്ളത്. സോ ഞാൻ കൂടുതലും വിൻറ്റേജ് തീം ആയിട്ടുള്ളതാണ് പ്രിൻ്റ് എടുത്തത്. ആസ് യൂഷ്വൽ സ്റ്റിക്ക് ചെയ്യണ സമയത്ത് ഏതൊട്ടിക്കും എവിടെ ഒട്ടിക്കും അങ്ങനത്തെ കുറേ കൺഫ്യൂഷൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ കൺഫ്യൂഷനൊക്കെ കണ്ടിട്ട് ലാസ്റ്റ് കൊളാവോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ലാത്ത ഔട്ട്പുട്ട് കിട്ടി. അങ്ങനെ പോസ്റ്റ് കാർഡൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ കലണ്ടർ സ്റ്റിക്ക് ചെയ്യുന്നതോടുകൂടി എൻ്റെ 2025 ഓൾമോസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻസൊക്കെ കഴിഞ്ഞു. ഞാൻ ഈ പോസ്റ്റ് കാർഡ് ഒരു സൈഡിലും കലണ്ടർ അപ്പുറത്തെ സൈഡിലും ഒട്ടിച്ചതിന് ശേഷം എനിക്ക് ഇടയിലൊരു ഗ്യാപ്പ് വന്നപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ ജേർണലിന് വേണ്ടി സേവ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റിക്കറല്ല ഒരു ഫോട്ടോ പ്രിൻ്റ് ആയിരുന്നു, അത് ഞാൻ അവിടെ കൊണ്ടുപോയി ഒട്ടിച്ചു.
ആ കലണ്ടറിൻ്റെ മേലെ ആ പിങ്ക് പോസ്റ്റ് കാർഡ് ഉണ്ടായിരുന്നില്ല, അത് ഒട്ടിക്കണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒട്ടിച്ചില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ബബിൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് 2-3 പ്രാവശ്യം ഒന്ന് ഊതി. അങ്ങനെ ഊതി കഴിഞ്ഞപ്പോൾ ആ റെഡ് വാട്ടർ ആയിരുന്നല്ലോ, അത് എൻ്റെ ഷീറ്റിന്മേൽ ആകെ പോയി. അവസാനം അത് ഞാൻ കഴുകാനിട്ടു. വേറൊരു ഷീറ്റാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇട്ടത്. അങ്ങനെ വിഷൻ ബോർഡും ജേർണലും പോസ്റ്റ് കാർഡും കലണ്ടറും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് എനിക്ക് തന്നെ എന്തെങ്കിലും ട്രീറ്റ് കൊടുക്കാൻ വിചാരിച്ചു. അതായത് എന്തെങ്കിലുമൊക്കെ സ്വീറ്റായിട്ട് എനിക്ക് വേണ്ടി തന്നെ. ഇത് എനിക്ക് മാത്രമല്ല കേട്ടോ, ഇത് വീട്ടുകാർക്കും കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം നെസ്റ്റോ പോയ ടൈമിൽ അവിടെ ഈ ഡ്രീം കേക്ക് ഓഫറിന് ഇരിക്കണമായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ലൈഫിൽ ഡ്രീം കേക്ക് തിന്നണത് പോലും. ഈ കഴിഞ്ഞ ഇയർ ഫുൾ അതിനെ പറ്റിയിട്ടായിരുന്നില്ലേ ഡ്രീം കേക്ക്. എല്ലായിടത്തും തിരിഞ്ഞാലും ഡ്രീം കേക്ക് ആയിരുന്നു. പക്ഷേ ഇതിന് നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ ടൈമിലൊന്നും മേടിച്ചില്ല. പിന്നെ നെസ്റ്റോ പോയ ടൈമിൽ ഒരു 200 രൂപയ്ക്ക് ഡ്രീം കേക്ക് ഇരിക്കുന്നുണ്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കഴിക്കാത്തതല്ലേ. അങ്ങനെ ഉമ്മാനെ കൺവിൻസ് ചെയ്തിട്ട് ഞാൻ ഡ്രീം കേക്ക് വാങ്ങി. സംഭവം ഭയങ്കര ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ചോക്ലേറ്റ് പൊതുവേ നല്ല ഇഷ്ടമായതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. പിന്നെ ഈ ഡ്രീം കേക്ക് ഞാൻ ശരിക്കും യൂട്യൂബിൽ വീഡിയോസൊക്കെ ഞാൻ കുറേ നട്ട്സും ഹേസൽനട്ടും അങ്ങനെയൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഒരു നട്ട്സും ഉണ്ടായിരുന്നില്ല. ഇതിൽ ഫസ്റ്റത്തെ ലെയറിലൊരു കേക്ക്, പിന്നെ വിപ്പിംഗ് ക്രീം ഫുള്ള്, പിന്നെ മേലെ ഒരു ചോക്ലേറ്റ് ലെയർ. സംഭവം രസമുണ്ട്, അത്ര തന്നെ. അപ്പോൾ ശരി.